Hello, welcome to Mentor Academy and GlobalEdu's Head Start Facebook Live Session. എൻ്റെ പേര് ആഷ. ഞാൻ 20 ഇയേഴ്സായിട്ട് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ 20 ഇയേഴ്സിൽ കുറേയധികം സ്റ്റുഡൻസിനെയും പേരൻസിനെയും എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യുനോ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ടേമാണ്. സ്റ്റുഡൻസ് എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നൊരു ടേമാണ്. നമുക്ക് പലപ്പോഴും ഈ പേരൻസിനെ സ്റ്റുഡൻസിനെല്ലാം മീറ്റ് ചെയ്യുമ്പം അവർ ഓവർസീസ് എഡ്യൂക്കേഷനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ഈ ഡിസിഷൻ എടുക്കുന്നതെന്ന് ഡൗട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ലൈവ് സെഷനിൽ വരുന്നത്. സ്റ്റുഡൻസ് പലപ്പോഴും ഫ്രണ്ട്സ് കാനഡയിൽ പോയി പഠിക്കുന്നു, ഫ്രണ്ട്സ് UK പോയി പഠിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് വളരെയധികം എക്സൈറ്റഡ് ആവാറുണ്ട്. പേരൻസ് ആണെങ്കിലും അവരുടെ ഫ്രണ്ടിൻ്റെ മകൻ എബ്രോഡ് പോയി പഠിക്കുന്നു, കസിൻ്റെ മകൻ പോയി പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടെല്ലാം എക്സൈറ്റഡ് ആയിട്ട് സ്റ്റുഡൻസിനെ ഓവർസീസ് എഡ്യൂക്കേഷന് വിടാറുണ്ട്. പക്ഷേ അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓവർസീസ് എഡ്യൂക്കേഷന് നമ്മളെല്ലാം മനസ്സിലാക്കുന്ന പോലെ ഒത്തിരിയേറെ ബെനിഫിറ്റ്സ് ഉണ്ട്, ഒത്തിരിയേറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇറ്റ്സ് എ ഡോർ ഓപ്പണിംഗ് സിനാറിയോ, ലൈഫ് ചേഞ്ചിങ് സിനാറിയോ എന്നെല്ലാം പറയാം. പക്ഷേ അതോടൊപ്പം തന്നെ കുറേ ചലഞ്ചസും ഉണ്ട്. ആ ചലഞ്ചസ് എല്ലാം മനസ്സിലാക്കാതെ നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ്സ് മാത്രം മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആക്കഡമിക് ഗോൾസ് അല്ലെങ്കിൽ കരിയർ ഗോൾസ് എല്ലാം മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ് വരും. സോ നിങ്ങൾ ഓവർസീസ് എഡ്യൂക്കേഷന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയേണ്ട എല്ലാ വസ്തുതകളും അറിഞ്ഞിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങളൊരു വെൽ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് സെഷൻ ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി സ്റ്റുഡൻസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ ആർ യു റെഡി എന്നാണ്. ആർ യു റെഡി ഇൻ ദ സെൻസ്, ആർ യു റെഡി ഫിസിക്കലി, ആർ യു റെഡി ഫിനാൻഷ്യലി, ആർ യു റെഡി മെൻ്റലി. ഇതിൽ ഫിനാൻഷ്യലി നമ്മൾ റെഡിയാണോ എന്നുള്ള ഒരു പാർട്ട് നമ്മുടെ പേരൻസിന് വിടാം. നമുക്ക് പലപ്പോഴും നമ്മുടെ പേരൻസ് ആയിരിക്കും ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് ലോൺ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പേരൻസ് ആയിരിക്കും. സോ പേരൻസിന് കൊടുക്കാം. ബാക്കി രണ്ട് കാര്യങ്ങൾ, ആർ യു റെഡി ഫിസിക്കലി, ആർ യു റെഡി മെൻ്റലി എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ അസസ് ചെയ്യുകയും അതിന് ഒരു ആൻസർ കണ്ടെത്തുകയും വേണം. സോ നമ്മൾ ആർ യു റെഡി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയാണ് റെഡി ആവേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. സോ അതാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈവ് സെഷനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തെല്ലാമാണ്. ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് ചലഞ്ചസിനെ കുറിച്ച് സംസാരിക്കാം. ചലഞ്ചസ് എന്തെല്ലാമാണെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. കുറേ ചലഞ്ചസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലഞ്ചസ് എല്ലാം എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു ചലഞ്ച് കൾച്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ കൾച്ചർ ഷോക്ക് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റാണ്. ആ കൾച്ചർ ഷോക്ക് എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിരിക്കും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മെയിൻലി കൾച്ചർ ഷോക്ക് ഫേസ് ചെയ്യാറുണ്ട്. അത് പല സ്റ്റുഡൻസിനും അതിൻ്റെ ഇമ്പാക്റ്റ് പല രീതിയിലായിരിക്കും. ഈ കൾച്ചറൽ ഷോക്ക് അവർ ഓവർകം ചെയ്യുന്ന ഡ്യൂറേഷനും പല സ്റ്റുഡൻസിൻ്റെയും പല ഡ്യൂറേഷനിലാണ്. ചിലർ 1 month കൊണ്ട് ഇത് ഓവർകം ചെയ്യാറുണ്ട്, ചിലർ 2 or 3 months എടുക്കും ഇതെല്ലാം ഓവർകം ചെയ്യാൻ. സോ കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്ന അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് 2-3 സ്റ്റേജസ് ആയിട്ട് അതിനെ മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ലൈക്ക് ഒരു കൺട്രിയിലെത്തി എല്ലാം വാവ് ഫാക്ടറാണ് അതിൻ്റെ. നമ്മൾ ചെറിയൊരു സിറ്റിയിൽ നിന്ന് വലിയൊരു കോസ്മോപൊളിറ്റൻ കൺട്രിയിലെത്തി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ വാവ് ആ ബിൽഡിങ് ആ ലാൻഡ്സ്കേപ്പ് എല്ലാം വാവ് ഫാക്ടറാണ്. അതിനാണ് നമ്മൾ ഹണിമൂണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് നല്ലതായിട്ട് തോന്നും, എല്ലാം എക്സൈറ്റഡ് ആയിട്ട് തോന്നും, എല്ലാം അതിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഹണിമൂണിങ് സ്റ്റേജാണ് ആ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അത് 2-3 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം നീണ്ടു നിൽക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈക്ക് ഇറിറ്റേറ്റിംഗ് സ്റ്റേജിലേക്ക് പോകും. നമ്മൾ ആ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പയ്യെ നമുക്ക് ഹോം സിക്നെസ് ഫീൽ ചെയ്ത് തുടങ്ങും. നമ്മൾ നമ്മുടെ വീട്ടിലെ ഫുഡ് മിസ് ചെയ്യും, വീട്ടിൽ നമ്മുടെ റൂം മിസ് ചെയ്യും, ഫാമിലി മെമ്പേഴ്സിനെ മിസ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ
കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ്സ് വരും, നമുക്ക് ചെറിയൊരു ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് അവിടുത്തെ നമുക്കൊരു പ്രോബ്ലമായിട്ട് തോന്നും. ചെറിയ ചെറിയ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങും. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കൾച്ചർ ഷോക്ക്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കൾച്ചർ ഷോക്ക് നമുക്ക് 1 or 2 weeks നിൽക്കാം. എത്ര പെട്ടെന്ന് നിങ്ങൾ ആ കൾച്ചർ ഷോക്ക് സെക്കൻഡ് സ്റ്റേജ് ഓവർകം ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മൂത്ത് സ്റ്റുഡൻറ്റ് ലൈഫ് കിട്ടും. തേർഡ് സ്റ്റേജാണ് ഇൻ്റഗ്രേഷൻ സ്റ്റേജ്. ഇൻ്റഗ്രേഷൻ സ്റ്റേജിൽ നമ്മൾ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ഡിസ്റ്റർബൻസ് ഒക്കെ മനസ്സിലാക്കി, എവിടെയാണ് ഫുഡ് കിട്ടുന്നത്, എവിടെയാണ് അതെല്ലാം മനസ്സിലാക്കി തുടങ്ങും. പയ്യെ പയ്യെ നമ്മൾ ആ കൺട്രിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സ്റ്റുഡൻസ് ബോധപൂർവം ട്രൈ ചെയ്യണം. ലൈക്ക് അവരുടെ ചെറിയ ചെറിയ ഡിപ്രഷനൊക്കെ തോന്നിയിട്ടുണ്ടാവാം സെക്കൻഡ് സ്റ്റേജിൽ. അപ്പോൾ അതെല്ലാം മാറ്റാൻ നമ്മൾ ലൈക്ക് പോസിറ്റീവ് കാര്യങ്ങൾ എൻഗേജ്ഡ് ആവണം. നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ്, ഫിറ്റ്നസ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാം, യോഗ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ നാട്ടിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ. തേർഡ് സ്റ്റേജ് ആകുമ്പോഴേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കാം, ഫ്രണ്ട്സിനോട് സംസാരിക്കാം. സോ നമ്മൾ പയ്യെ 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 ആ കൺട്രിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങും. സോ ഫോർത്ത് സ്റ്റേജാണ് വെരി ഹാപ്പി ഫീൽ അറ്റ് ഹോം സ്റ്റേജ്. ആ ഫീൽ അറ്റ് ഹോം സ്റ്റേജിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നമ്മൾ ആ കൺട്രിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കൺട്രി നമ്മളെ അത് പോസിറ്റീവായിട്ടുള്ള കാര്യം, നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ക്ലാസ്സിൽ നിങ്ങൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ കുറേ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ ലാൻഡ് മാർക്സ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പയ്യെ പയ്യെ നമ്മുടെ ഫുഡ് കിട്ടി, നമ്മുടെ ഫ്രണ്ട്സിന് കിട്ടി, സോഷ്യൽ സർക്കിൾ ഡെവലപ്പ് ചെയ്തു. കുറച്ചുകൂടെ നമ്മൾ ഫീൽ അറ്റ് ഹോം കംഫർട്ടബിൾ സ്റ്റേജ് ആവും. അതാണ് ഫോർത്ത് സ്റ്റേജ്. ഈ ഫോർത്ത് സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് ലൈഫ് സ്മൂത്ത് ആവുന്നത് കൾച്ചറൽ ഷോക്കിൽ. പിന്നെ ഒരു സ്റ്റേജ് ഉണ്ട് ഇതിന്. ആക്ച്വലി നിങ്ങൾ സ്റ്റഡി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ, നിങ്ങളുടെ കൺട്രിയിലേക്ക് തിരിച്ചു വരുമ്പം അതിനൊരു കൾച്ചർ ഷോക്ക് വരും. അത് നമ്മൾ റിവേഴ്സ് കൾച്ചർ ഷോക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി നാളുകൾ പുറത്ത് ജീവിച്ചിട്ട് തിരിച്ചു വരുന്ന നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരു റിവേഴ്സ് കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും. അവർ പയ്യെ ഇതേ സ്റ്റേജസിലൂടെ ഇവിടുത്തെ കൾച്ചറുമായിട്ട്, ഇവിടെ ആ കൾച്ചറൽ ഷോക്ക് സ്റ്റേജസ് എല്ലാം ഓവർകം ചെയ്ത് ഇവിടുത്തെ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക ചെയ്യും. അതാണ് റിവേഴ്സ്. നിങ്ങൾ സ്റ്റഡി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തോന്നുന്നതാണ് റിവേഴ്സ് കൾച്ചറൽ ഷോക്ക്. ഇതാണ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ എല്ലാ സ്റ്റുഡൻസും ഈ കൾച്ചർ ഷോക്ക് ഫേസ് ചെയ്യും. നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കൾച്ചർ ഷോക്ക് നമുക്ക് വരും. അത് ചെറിയ ചെറിയ ഡിസപ്പോയിൻമെൻറ്റ്സ്, ഡിപ്രഷൻ അല്ലെങ്കിൽ ലോൺനെസ് ഒക്കെ ഫീൽ ചെയ്യുമെന്ന് മനസ്സിലാക്കി അതിനെ മെൻ്റലി പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജ് വരുമെന്നും ഇതെല്ലാ സ്റ്റുഡൻസ് ഫേസ് ചെയ്യും. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം നമ്മൾ ഈ സ്റ്റേജിലൂടെ പോകുന്നവരാണ്. ചില സ്റ്റുഡൻസ് പെട്ടെന്ന് ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തും, ചില സ്റ്റുഡൻസ് എത്താൻ കുറച്ച് സമയം എടുക്കും. ആ ഡിഫറൻസേ ഉള്ളൂ. സോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഈ കൾച്ചർ ഷോക്ക് എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിൽ ഏത് പർപ്പസിനായാലും മൂവ് ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സോ അത് സ്റ്റുഡൻസ് മനസ്സിലാക്കണം. സെക്കൻഡ് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഒരു മെയിൻ ചലഞ്ചാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്. കാരണം അവർ ഏത് കൺട്രിയിലാണോ പോയിരിക്കുന്നത് അവിടുത്തെ ഫുഡുമായിട്ട് ലൈക്ക് കോപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആയിരിക്കും നമ്മുടെ നാട്ടിലെ ഫുഡ്, അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഒക്കെ നമ്മൾ മിസ് ചെയ്ത് തുടങ്ങും. സ്പൈസി, നമുക്ക് കുറച്ചുകൂടെ സ്പൈസി ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എബ്രോഡെല്ലാം പോയി കഴിയുമ്പോൾ അവർക്ക് സ്പൈസി ഫുഡ് കിട്ടാൻ പ്രയാസമായിരിക്കും ആദ്യമെല്ലാം. പിന്നെ ആദ്യമെല്ലാം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഫുഡ് ഒത്തിരി മിസ് ചെയ്യും. അപ്പോൾ ഫുഡ് ഒരു ചലഞ്ചായിട്ട് പല സ്റ്റുഡൻസിനും തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചില സ്റ്റുഡൻസ് ഉണ്ട്, വളരെ സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ഒരു ഫുഡ് ചലഞ്ചായിട്ട് തുടങ്ങുമ്പോഴത്തേ ഒരു പാർട്ട് ടൈം ജോബ്സ് ട്രൈ ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ ഓർക്കുന്നു. ആ കുട്ടി സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ക്യാഷ്യറായിട്ട് പാർട്ട് ടൈം ജോബ് കണ്ടെത്തി. സോ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെ കിട്ടി, നമ്മുടെ നാട്ടിലെ കറികളും നാട്ടിലെല്ലാം കിട്ടി. ആ കുട്ടി പാർട്ട് ടൈം ജോബ് സെലക്ട് ചെയ്തപ്പോൾ അങ്ങനെ ഫുഡ് എന്ന ചലഞ്ച് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ട് വേ ഓഫ് ഡൂയിങ് നമ്മൾ പറയുന്ന പോലെ ആ കുട്ടിയെ കണ്ടെത്തി. ഈ ഫുഡിൽ നിന്ന് നമ്മൾ ചലഞ്ച് ഓവർകം ചെയ്യാനായിട്ട് സാധാരണ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്
നിങ്ങൾ ലൈക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അത്യാവശ്യം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് പരിചയപ്പെട്ടിട്ട് പോവുക. അതിന് വേണ്ട ഐറ്റംസ് എല്ലാം കൊണ്ടുപോവുക. പിന്നെ ചെറിയൊരു കുറച്ച് യൂട്ടൻസിൽസ് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള യൂട്ടൻസിൽസ് കൊണ്ടുപോവുക. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറെല്ലാം നിങ്ങൾക്ക് റൂമിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ലഞ്ചായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പുറത്ത് ആയിരിക്കുന്ന ടൈം. ആ സമയത്ത് നിങ്ങളുടെ കോളേജിലും അല്ല കോളേജിനടുത്ത് ഏരിയയിലെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ലഞ്ച് ടൈമെല്ലാം. അപ്പോൾ അങ്ങനെ ഫുഡ് നമ്മളൊരു വിത്തിൻ എ വീക്ക് കൊണ്ട് നമ്മൾ റെഡി നമ്മൾ ഒന്ന് പ്രിപ്പയർ ആവുകയാണെങ്കിൽ, നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഓവർകം ചെയ്യാം. പിന്നെ കുറച്ച് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന എനർജി തരുന്ന കുറേ ഫുഡ് ഐറ്റംസ് നിങ്ങൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ റെഡി ടു ഈറ്റ് ഫുഡ് കുറച്ച് പെട്ടെന്ന് നൂഡിൽസ്, എഗ്സ് അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു 1 വീക്ക് കൊണ്ട് ഈ ഫുഡ് എന്ന ചലഞ്ച് നമുക്ക് കുറേയൊക്കെ ഓവർകം ചെയ്യാം. പിന്നെ ചെറുതായിട്ടൊക്കെ അടുക്കളയിലൊക്കെ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റെസിപ്പീസൊക്കെ എന്തെല്ലാം ആണ്, നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നിങ്ങൾ തന്നെ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ട്രയൽ നടത്തിയിട്ട് വേണം പോകാൻ. തേർഡ് ചലഞ്ച് എന്ന് പറയുന്നത് ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് ഒരു വലിയ ചലഞ്ചായിട്ട് തോന്നുന്ന ചില വിൻ്റർ സീസണിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ്. സമ്മറിലും ഫോൾ സീസണിലും ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് സാധാരണ ക്ലൈമറ്റ് അത്ര വലിയ ചലഞ്ചായിട്ട് അനുഭവപ്പെടാറില്ല. വിൻ്റർ സീസണിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ക്ലൈമറ്റ് വളരെ വലിയൊരു ചലഞ്ചാണ്. കാരണം അവർ ജോയിൻ ചെയ്യുന്നത് വളരെ പീക്ക് വിൻ്റർ ടൈമിലാണ്. ആ സമയത്ത് പല കൺട്രികളിലും മൈനസ് വരെയൊക്കെ പോവാം ടെമ്പറേച്ചർ. അപ്പോൾ സ്റ്റുഡൻസ് പെട്ടെന്ന് നമ്മളെ പോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നിന്ന് അങ്ങനെ ഒരു ക്ലൈമറ്റിലേക്ക് ചെല്ലുമ്പം അവർക്ക് ഒരു ഷോക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി സജസ്റ്റ് ചെയ്യും, നിങ്ങൾ വിൻ്റർ ക്ലോത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ആ കൺട്രിക്ക് പറ്റുന്ന രീതിയിലുള്ള വിൻ്റർ ക്ലോത്തിങ് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണം. പിന്നെ എല്ലാ അക്കോമഡേഷനിലും ഹീറ്റിംഗ് ഉണ്ട്. ഹീറ്റിംഗ് അവർ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ റെൻ്റൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ടൈമിൽ ഈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടറിൻ്റെ ചാർജസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 24 hours നിങ്ങൾക്ക് ഹീറ്റിംഗ് ആവശ്യം വരും. പിന്നെ ചില നമ്മൾ ഫുൾ 1 or 2 or 3 ലെയേഴ്സ് ഓഫ് ക്ലോത്തിങ് ഉപയോഗിച്ചിട്ടാണ് ഇയേഴ്സ് എല്ലാം കവർ ചെയ്തിട്ടാണ് അവിടെ എല്ലാം സ്റ്റുഡൻസ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖം വരും. പിന്നെ ചില കൺട്രികളിലെല്ലാം അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഉണ്ട്. വിൻ്റർ ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഉള്ളത്. ആ അണ്ടർഗ്രൗണ്ട് സിറ്റീസിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. കാനഡയിലല്ലാണെങ്കിൽ മോൺട്രിയലിലൊക്കെ റൂസോ എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് സിറ്റി ഉണ്ട്. സോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ആക്ച്വലി നമ്മൾ പുറത്ത് ജീവിക്കുന്ന പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും, എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സ്, തിയേറ്റേഴ്സ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ് അണ്ടർഗ്രൗണ്ട് സിറ്റീസ് എല്ലാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലൈമറ്റ് ഒരു നമ്മൾ ചെന്നിട്ടുള്ള ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് വിൻ്ററിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ നമ്മളത് അഡാപ്റ്റ് ചെയ്യുന്നതാണ് ആ ചലഞ്ച്. പിന്നെ വേറൊരു ചലഞ്ച് ഞങ്ങൾ കാണുന്നത് പ്രൈസ് ഓഫ് ഗൂഡ്സ്. നമ്മൾ പ്രൈസസ് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോൾ കൺവേർട്ട് ചെയ്തു $2. സോ ഇതെത്രയാണ് ഇന്ത്യൻ റുപ്പീസിൽ എത്രയാണ്, അതൊരു കാര്യം. പിന്നെ സെക്കൻഡ്ലി നമ്മുടെ നാട്ടിൽ നമ്മൾ സാധനം വാങ്ങുന്നു, അതിൽ പ്രൈസ് എത്രയാണ്, $10 പേ ചെയ്യുന്നത്. എബ്രോഡെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ $10 ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൗണ്ടർ ചെല്ലുമ്പോൾ അത് ആ ടാക്സ് 2-3 ടാക്സൊക്കെ ആഡ് ചെയ്ത് മേ ബി $14 ആവും. ആ ഒരു കാൽക്കുലേഷൻ സ്റ്റുഡൻസ് മനസ്സിലാക്കണം. നമ്മൾ എത്ര പെർസെൻറ്റാണ് ടാക്സ് വരുന്നത്, ആ ടാക്സുകൂടെ കൂടി ഫൈനലി എത്ര പേ ചെയ്യണം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ടൈം എടുക്കും. എപ്പോഴും ഇന്ത്യൻ സ്റ്റുഡൻസ് ഫസ്റ്റ് സെമസ്റ്ററിൽ എപ്പോഴും കൺവേർട്ട് ചെയ്ത് നോക്കും ഇന്ത്യൻ റുപ്പിയായിട്ട്. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരും. സാധനങ്ങൾ വാങ്ങാൻ അവർക്ക് എക്സ്പെൻസീവായിട്ട് തോന്നും, അത് ആവശ്യമുള്ള സാധനങ്ങൾ പോലും. പക്ഷേ കൺവേർഷനെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ കൺവേർഷൻസൊക്കെ നമ്മളത് മനസ്സിലാക്കി തുടങ്ങും. ആ സമയത്തേക്ക് അവർ ഓക്കെ ആവും. പിന്നീട് അടുത്ത ചലഞ്ചാണ് പാർട്ട് ടൈം ജോബ്സ്. പാർട്ട് ടൈം ജോബ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. സ്റ്റുഡൻസിന് ചെന്ന് ഉടനെ തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ നല്ലപോലെ പ്ലാൻ ചെയ്ത് നല്ലപോലെ ഹോംവർക്ക് ചെയ്താലേ നിങ്ങൾക്ക് പെട്ടെന്നൊരു പാർട്ട് ടൈം ജോബ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് കിട്ടാൻ സമയമെടുക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ പാർട്ട് ടൈം ജോബ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവാതിരിക്കുക. പാർട്ട് ടൈം ജോബ്സ് ട്രൈ ചെയ്യേണ്ട കുറേ മെത്തേഡ്സ് ഉണ്ട്.
അത് വെച്ച് ട്രൈ ചെയ്യുക. പാർട്ട് ടൈം ജോബ്സ് മെയിൻലി കിട്ടുന്നത് നമ്മുടെ കോളേജ് ആദ്യമെല്ലാം കിട്ടുന്ന കോളേജിന് അകത്ത് തന്നെയായിരിക്കും മിക്ക സ്റ്റുഡൻസിനും പാർട്ട് ടൈം ജോബ് കിട്ടുന്നത്. കോളേജിൻ്റെ ലൈബ്രറി, കോളേജിൻ്റെ ഇൻ്റർനാഷണൽ ഓഫീസ്, കോളേജിൻ്റെ അക്കോമഡേഷൻ ഓഫീസ് അങ്ങനെയായിരിക്കും. അത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കോളേജസ് അറേഞ്ച് ചെയ്യാറുണ്ട്. ആ ഓറിയൻറ്റേഷൻ സമയത്ത് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഓഫീസേഴ്സിനെ കാണും, അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ വില്ലിങ്നെസ് അവരെ അറിയിക്കണം. സോ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ, എന്തെങ്കിലും ഇൻ്റർനാഷണൽ ഓഫീസിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ്സ് അനൗൺസ്മെൻറ്റ് വരുമ്പോൾ പ്ലീസ് ലെറ്റ് us know എന്ന് നമ്മളെ അറിയിക്കണം. എങ്ങനെ അറിയിച്ചാൽ മാത്രമേ അവർ നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും സ്റ്റുഡൻസിൻ്റെ ഇൻറ്റേർണൽ ജോബ്സിനെല്ലാം അവർ ആ ലിസ്റ്റിലേക്ക് ഇൻഫർമേഷൻ അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാർട്ട് ടൈം ജോബ് കിട്ടാം. പിന്നെ സെക്കൻഡ്ലി പാർട്ട് ടൈം ജോബ് കിട്ടുന്നത് നെറ്റ്വർക്ക് ഇവൻറ്റ്സ് കാണും. കുറേ അടുത്ത ഉള്ള കമ്പനീസ്, ഫേംസ് അവരെല്ലാം കോളേജിൽ വരികയും സ്റ്റുഡൻസിന് ട്രെയിനീസിന് വേണമെന്ന് പറഞ്ഞിട്ട് നെറ്റ്വർക്ക് ഇവൻറ്റ്സ് നടത്തും. അപ്പോൾ അങ്ങനെ വരുന്ന ഇവൻറ്റ്സിലെല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ കീ പേഴ്സൺസിനെല്ലാം മീറ്റ് ചെയ്ത് നമ്മുടെ റെസ്യൂമെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. ഞങ്ങൾ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയും, നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു 10 to 20 സെറ്റ്സ് ഓഫ് നിങ്ങളുടെ CVs, പ്രൊഫഷണലി ചെയ്ത CVs കയ്യിൽ വെക്കണം. ഒരു 25 to 30 പാസ്പോർട്ട് സൈസ് ഫോട്ടോസും വെക്കണം. നമ്മൾ കുറേ സ്ഥലത്ത് പെട്ടെന്ന് നമ്മുടെ CVs കൊടുക്കാൻ പറഞ്ഞാൽ അന്നേരം പോയി ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ ടൈം എടുക്കും. സോ അതെല്ലാം റെഡി ആയിട്ടിരിക്കണം നമ്മൾ. പിന്നീട് പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെഫറൻസസ് ബൈ യുവർ പ്രൊഫസേഴ്സ്. നിങ്ങളുടെ പ്രൊഫസേഴ്സ് എല്ലാം ആ ലോക്കൽ ഏരിയയിലെ എക്സ്പേർട്സ് ആയിരിക്കും. ലോക്കൽ ഏരിയയിലെ ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസിലെല്ലാം അഡ്വൈസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിലെ കോളേജ് പ്രൊഫസേഴ്സ് ആയിരിക്കും. സോ അവർക്ക് കുറേ റെഫറൻസസ് വരും. അവർ കുറേ ഇൻഡസ്ട്രി ഹെഡ്സിനെയൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രൊഫസേഴ്സിനുമായിട്ട് മീറ്റ് ചെയ്ത് അവരുടെ ഒരു ഗൈഡൻസ് എടുക്കുവാണെങ്കിൽ അവർ പാർട്ട് ടൈം ജോബ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമ്മുടെ അസോസിയേഷൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ, പിന്നെ ചേർച്ച് ബേസ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ കുറേ കമ്മ്യൂണിറ്റി സർവീസസ് അവിടെയെല്ലാം ആക്റ്റീവാണ്. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സർവീസസ് എല്ലാം വരുന്ന അവരുമായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരെല്ലാം പല സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് റെഫറൻസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ്സ് ട്രൈ ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് വെരി ഗുഡ്. നിങ്ങൾക്ക് ക്യാഷ്, നിങ്ങൾ പോക്കറ്റ് മണി ഏൺ ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടാനായിട്ട് എപ്പോഴും പാർട്ട് ടൈം ജോബ് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ ഒരു എക്സ്പോഷർ കിട്ടും. പിന്നെ പല കുട്ടികളും പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് ഫുൾ ടൈം ജോബ് കണ്ടെത്തുന്നത്. സോ കുറേ പാർട്ട് ടൈം ജോബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഫുൾ ടൈം ജോബ് കണ്ടെത്താൻ കഴിയും. പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വളരെ നമ്മുടെ നെറ്റ്വർക്കിംഗ് കൂടും, നമ്മുടെ സ്കിൽസ് ട്യൂൺ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ആ കൺട്രി ആയിട്ട് പെട്ടെന്ന് ഇണങ്ങി ചേരാൻ പറ്റും പാർട്ട് ടൈം ജോബ്. പക്ഷേ നിങ്ങളൊരു പ്രഷറായിട്ട് എടുക്കരുത്. എനിക്ക് പേരൻസിനോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങളുടെ മകനോ മകളോ കാനഡയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റഡിക്ക് പോയി നെക്സ്റ്റ് ഡേ തൊട്ട് പാർട്ട് ടൈം ജോബ് ചെയ്ത് അവർ ജീവിച്ചുകൊള്ളും എന്ന് നിങ്ങൾ കരുതരുത്. അത് അങ്ങനെ ചില പേരൻസ് പറയുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ഞാൻ പോകാനുള്ള ക്യാഷൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇനി അവിടെ ചെന്നിട്ട് എന്താണെന്ന് നീ തന്നെ നോക്കിക്കൊള്ളണം എന്ന്. പക്ഷേ അത് ചില സിറ്റുവേഷനിൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റുഡൻസിന് അതൊരു വലിയ പ്രഷറായിട്ട് തോന്നും. പ്രഷറായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും അവർക്ക്. അപ്പോൾ അവരൊരു കംഫർട്ടബിളി ഒരു പാർട്ട് ടൈം ജോബിലേക്ക് എത്തുന്നവരെ പേരൻസ് മോട്ടിവേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അല്ലാതെ അവരെ പ്രഷറൈസ് ചെയ്യരുത് എന്നാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. പാർട്ട് ടൈം ജോബ്സ് എല്ലാവർക്കും കിട്ടും, പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ചില സ്റ്റുഡൻസ് ഞാൻ കാണാറുണ്ട്, അവർ പറയും ഓക്കെ ഞാൻ ഭയങ്കര റിച്ച് ഫാമിലിയിലാണ്, എൻ്റെ പേരൻസ് വളരെ വെൽ ഓഫ് ആണ്, ഞാനിവിടെ പാർട്ട് ടൈം ജോബൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള സ്റ്റുഡൻസിനെ കാണാറുണ്ട്. പിന്നെ ചില സ്റ്റുഡൻസ് ഒന്നും കെയർ ചെയ്യാതെ പോയി അപ്ലൈ ചെയ്ത് പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ഇതൊന്നും ഒരു എഫേർട്ട് എടുക്കാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ലാതെ എഫേർട്ട് എടുക്കുകയും നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും 90% സ്റ്റുഡൻസിന് വിത്തിൻ 1 month
എല്ലാവർക്കും തന്നെ കിട്ടാറുണ്ട്. ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലമാണ്. പിന്നെ ആദ്യമെല്ലാം നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുമ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ട് ഈ ജോബേ ചെയ്യുള്ളൂ, ആ ജോബേ ചെയ്യുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്കറിയാം നമ്മുടെ സ്റ്റുഡൻസ് പോയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ മൈഗ്രേറ്റ് ചെയ്ത് നല്ല വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആദ്യമെല്ലാം പോയിട്ട് ഹൗസ് കീപ്പിംഗ് വരെ പാർട്ട് ടൈം ജോബായിട്ട് എടുത്ത സ്റ്റുഡൻസ് ഉണ്ട്. ഹൗസ് കീപ്പിങ്ങിന് പല കൺട്രിയിലും $20 വരെ പെർ അവർ പേ ചെയ്യുമായിരുന്നു. സോ പാർട്ട് ടൈം ഒരു 2-3 പാർട്ട് ടൈം ജോബ് ചെയ്ത സ്റ്റുഡൻസിനെ എനിക്കറിയാം. അങ്ങനെ നമ്മൾ എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം ആദ്യമല്ല. പിന്നെ പയ്യെ പയ്യെ കുറേ നമുക്ക് കോണ്ടാക്ട്സ് എല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് സെലക്റ്റീവ് ആവാം. പയ്യെ നമ്മുടെ ഏരിയയിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാം. അതിനെല്ലാം ഓപ്ഷൻസ് കിട്ടും. പക്ഷേ ആദ്യമേ തന്നെ നമ്മൾ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്തിരുന്നാൽ കുറച്ച് ലേറ്റ് ആവും. സോ ആറ്റിറ്റ്യൂഡും ടൈം മാനേജ്മെൻറ്റും അനുസരിച്ചാണ് പാർട്ട് ടൈം ജോബ് സ്റ്റുഡൻസിന് കിട്ടുന്നുള്ളത്. എല്ലാവർക്കും കിട്ടാറുണ്ട്, പക്ഷേ ചിലപ്പോൾ ചിലർക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും. സോ അടുത്ത ചലഞ്ചാണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ചലഞ്ച്. സ്റ്റുഡൻസ് എപ്പോഴും വളരെ ബുദ്ധിമുട്ട് തോന്നാറുള്ളൊരു ചലഞ്ചാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുമായിരിക്കാം, പക്ഷേ വളരെ ഡിഫിക്കൽട്ടാണ്. മാനേജിങ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നമ്മുടെ സ്റ്റുഡൻറ്റ് ലൈഫിൽ നമ്മൾ നമ്മുടെ പേരൻസും എല്ലാം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്ത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വേറെ കൺട്രി ചെല്ലുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. നമുക്കത് വളരെ ഈസി ആയിട്ട് സൗണ്ട് ചെയ്യാം, മാനേജിങ് ഡേ ടു ഡേ ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന്. പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാൻ സ്റ്റുഡൻസിന് ആദ്യമെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ഫ്രം ഗെറ്റിംഗ് അപ്പ് ഇൻ ടൈം. നമ്മൾ രാവിലെ മിക്കവാറും വീടുകളിൽ അച്ഛനോ അമ്മയോ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് എഴുന്നേൽക്കാറുള്ള സ്റ്റുഡൻസ് എല്ലാം. അത് കറക്റ്റ് അലാം വെച്ച് നമ്മുടെ ടൈമിൽ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ള സ്റ്റുഡൻസിന് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ വാഷിങ്, ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്ത് അറേഞ്ച് ചെയ്ത് അയൺ ചെയ്ത് കോളേജിൽ പോകാൻ പോലെ റെഡിയാക്കി വെക്കുക. ക്ലീനിങ്, റൂം ക്ലീൻ ചെയ്യുക. പിന്നെ കുക്കിംഗ്, ബേസിക് കുക്കിംഗ് ചെയ്യുക. പിന്നെ ഗ്രോസറി ഷോപ്പിംഗ്. പിന്നെ നമ്മുടെ കോളേജിൽ പോകാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ്, നമ്മുടെ ചർച്ചിൽ പോവുക, അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുക. പിന്നെ അങ്ങനെ ഒരു ഡേയിലെ എല്ലാ സ്കെഡ്യൂളും മാനേജ് ചെയ്യുക എന്നുള്ളത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് ആദ്യമല്ല. പിന്നെ പെട്ടെന്ന് സ്റ്റുഡൻസ് അത് അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടീൻ ആയി എടുക്കാറുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ലൈഫാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് ലൈഫിലെ ഏറ്റവും വലിയ ടാസ്കും ഏറ്റവും വലിയ ബെനിഫിറ്റും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ, ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാൻ പ്രാപ്തരാകുന്നു ആ സ്റ്റുഡൻറ്റ് ലൈഫിലൂടെ. നമ്മളോട് ആരോടും പേരൻസ് വിളിച്ചിട്ട് എഴുന്നേൽക്കൂ, ഡ്രസ്സ് ചെയ്യൂ, പോവൂ, വരൂ എന്നൊന്നും വന്ന് പുഷ് ചെയ്യുന്നില്ല. നമ്മൾ തന്നെ എല്ലാം മനസ്സിലാക്കി എല്ലാം കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. അതാണ് ആ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അത് ആദ്യമെല്ലാം ചലഞ്ചസ് ആയിട്ട് തോന്നും, പിന്നീട് അത് ലൈഫിൽ വളരെ പിന്നെ നിങ്ങൾ എപ്പോഴും ലൈഫിൽ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് അനുഭവപ്പെടാം. ആ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കെഡ്യൂൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസ്. അടുത്ത ചലഞ്ചാണ് ട്രാൻസ്പോർട്ടേഷൻ ചലഞ്ച് ആവുന്ന. നമ്മൾ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുണ്ട്, ഇനിഷ്യലി നിങ്ങളുടെ കോളേജിന് ഏറ്റവും അടുത്തുള്ള അക്കോമഡേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്മൾ ഓഫീസ് വഴി പോകുന്ന സ്റ്റുഡൻസിനെല്ലാം നമ്മൾ തന്നെയാണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കോളേജിന് ഏറ്റവും അടുത്തുള്ള അക്കോമഡേഷൻ സെലക്ട് ചെയ്യും. ചില സ്റ്റുഡൻസിന് അത് പറ്റാതെ വരും. ചില സ്റ്റുഡൻസ് എടുക്കുന്ന പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കോളേജസ് എടുക്കും, കുറേ ലൊക്കേഷൻസ് ഉണ്ടാകും. കോളേജിൻ്റെ കുറേ ക്യാമ്പസസ് ഉണ്ടാകും. പല ക്യാമ്പസും പല പല ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ വേറൊരു ലൊക്കേഷനിൽ, ഒത്തിരി അകലെയുള്ള ലൊക്കേഷനിൽ ഒരു ക്യാമ്പസ് പഠിക്കുകയും അവിടെ തൊട്ടടുത്ത് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റാതിരിക്കുകയും ദൂരെ താമസിക്കേണ്ടതായിട്ട് വരും. അത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ. പ്രത്യേകിച്ച് വിൻ്റർ ടൈമിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത് താമസിച്ചാൽ പോലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, ബസ് പാസ് ഉണ്ട് സ്റ്റുഡൻസിന്. ബസ് പാസ് എടുക്കാം. അതിന് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കറക്റ്റ് നമ്മുടെ ബസ് സർവീസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. ബസ് എപ്പോഴാണ്, അതിൻ്റെ ടൈമിംഗ്, സ്കെഡ്യൂൾ എല്ലാം കിട്ടും. പിന്നീട് നമ്മൾ കോളേജിലേക്ക് പോയി വരാനുള്ള റൂട്ടും കാര്യങ്ങളെല്ലാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരിചയപ്പെടണം. അപ്പോൾ ബസ് പാസ് എടുത്തു, നിങ്ങൾ കുറേ ആ റൂട്ടെല്ലാം മനസ്സിലാക്കി. പിന്നെ ഒരു ചെറിയൊരു മാപ്പ് നിങ്ങളുടെ കയ്യിൽ വെക്കാം, നിങ്ങൾക്ക് എപ്പോഴും റെഫർ ചെയ്യാനായിട്ട്. അതിനെല്ലാം ചെയ്ത് സ്റ്റുഡൻസിന് ഒരു വിത്തിൻ എ വീക്ക് or 2 നമുക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം മനസ്സിലാക്കി അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എബ്രോഡെല്ലാം പോയി കഴിയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അതാണ് ഏറ്റവും സൗകര്യവും. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈമും ക്യാഷും സേവ് ചെയ്യാം.
അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ചെയ്യണം. പിന്നെ അടുത്ത ചലഞ്ച് നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലേറ്റായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ഞാനതാണ് ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ്. ആ ചലഞ്ചസ് എല്ലാം ഫേസ് ചെയ്യാൻ നിങ്ങൾ മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി റെഡി ആകുമ്പോഴാണ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലൈഫ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ചലഞ്ചസിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ, അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റ്. മണി മാനേജ്മെൻറ്റ് എന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതെന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന് തോന്നും. പക്ഷേ നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ ഒരിക്കലും ഇത്ര അധികം കാര്യങ്ങളും ഇത്രയധികം മണിയും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ മാനേജ് ചെയ്തിട്ടുണ്ടാവില്ല. സ്റ്റുഡൻറ്റ് ലൈഫിൽ പേരൻസ് കൊടുക്കുന്ന പോക്കറ്റ് മണി, അല്ലെങ്കിൽ പേരൻസ് കൊടുക്കുന്ന ഫീസ് സ്കൂളിൽ എത്തിച്ചു, അങ്ങനത്തെ കാര്യം, അല്ലെങ്കിൽ പേരൻസ് എപ്പോഴെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ് ക്യാഷ് കൊടുത്ത് അത് വാങ്ങി വീട്ടിലേക്ക് എത്തിക്കുന്നു, എങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മന്ത്ലി റെൻറ്റ് പേ ചെയ്ത്, മന്ത്ലി ഇലക്ട്രിസിറ്റി, വാട്ടർ പേ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് മണി മാനേജ്മെൻറ്റ്. ഞങ്ങൾ എപ്പോഴും സ്റ്റുഡൻസിനെ അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ മാക്സിമം മണി ഇത് കാർഡായിട്ട് കൊണ്ടുപോവുക. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡൻസിനെല്ലാം ട്രാവൽ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. ആ ട്രാവൽ കാർഡിൽ നിങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് സൂക്ഷിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. ആദ്യം തന്നെ നമ്മളൊരു പുതിയ കൺട്രിയിൽ പോയി ക്യാഷ് സൂക്ഷിക്കാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് നമ്മുടെ റൂംമേറ്റ്സ് അങ്ങനത്തെ അറിയില്ല, നമുക്ക് ലോക്കറൊന്നുമില്ല. അപ്പോൾ ക്യാഷായിട്ട് വെച്ചാൽ നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴെല്ലാം ക്യാഷ് കൊണ്ടുപോകേണ്ടി വരും. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ആ ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പം നമ്മൾ ക്യാഷ് എപ്പോഴും നമ്മുടെ ഡെബിറ്റ് കാർഡിലോ അല്ലെങ്കിൽ ട്രാവൽ കാർഡിലോ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. സൂക്ഷിക്കാൻ എപ്പോഴും പ്ലാസ്റ്റിക് മണിയാണ് എല്ലാവരും ക്യാരി ചെയ്യുന്നത്. സൂക്ഷിക്കാൻ എളുപ്പമാണ്. പിന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വീക്ക്ലി ചെക്ക് ചെയ്യണം. എന്തെങ്കിലും അൺയൂഷ്വൽ ട്രാൻസാക്ഷനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും നോക്കണം. പിന്നെ നിങ്ങളുടെ ലൈക്ക് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കുറേ ഏരിയകൾ നമുക്ക് കിട്ടും. സ്റ്റുഡൻറ്റ് കാർഡ്, സ്റ്റുഡൻറ്റ് റേറ്റ്, സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട്, അതെല്ലാം മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ മാക്സിമം നമ്മൾ ക്യാഷായിട്ട് വെക്കാതെ കാർഡായിട്ട് വെക്കുക. ഇപ്പോൾ ലഞ്ച് ടൈമിലെല്ലാം കോളേജിൽ നിന്ന് ഫുഡ് കഴിക്കണം, അവിടെ മീൽ പ്ലാൻ എന്ന് പറഞ്ഞ കാർഡുണ്ട്. നിങ്ങൾക്ക് ആ മീൽ പ്ലാൻ കാർഡ് ഒരെണ്ണം പർച്ചേസ് ചെയ്യാം. മീൽ പ്ലാനിൽ നമുക്ക് ഇഷ്ടമുള്ള 2-3 തരം മീൽ പ്ലാൻ കാർഡ്സ് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത്, ഫുൾ 3 ടൈം മീൽ വേണോ, 1 മീൽ വേണോ, ലഞ്ച് മാത്രം, അതൊക്കെ നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങാം. മീൽ പ്ലാനിൽ നമ്മുടെ ക്യാഷ് തീരുമ്പോൾ നമുക്ക് ആ മീൽ പ്ലാനിലേക്ക് ക്യാഷ് അവിടെ നിന്നും ഫില്ല് ചെയ്യാൻ പറ്റും, നാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം ലഞ്ച് കഴിക്കാനായിട്ട് എപ്പോഴും കോളേജിൻ്റെ ഒരു മീൽ പ്ലാൻ കാർഡ് വെക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. പിന്നീട് എപ്പോഴും റൂമിലൊരു ലോക്കർ നിങ്ങൾ സൂക്ഷിക്കാൻ നോക്കണം. നിങ്ങളുടെ വിലപിടിപ്പുള്ള ലൈക്ക് പാസ്പോർട്ട്, അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ്, ക്യാഷ്, അങ്ങനെയെല്ലാം ലോക്കറിൽ സൂക്ഷിക്കാൻ എപ്പോഴും നോക്കണം. പിന്നെ തെഫ്റ്റ് ഒന്നും അകപ്പെടാതിരിക്കാൻ നോക്കണം. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ കേൾക്കാറില്ല, എങ്കിലും ക്യാഷ് ആദ്യമേ പോകുമ്പോൾ കുറേ ക്യാഷ് വെക്കുമ്പോൾ നമുക്കൊരു ഭയം തോന്നും. അത് തെഫ്റ്റിലൊന്നും അകപ്പെടാതെ നോക്കണം. പിന്നെ മന്ത്ലി നിങ്ങളുടെ ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ മണി മാനേജ് ചെയ്യാൻ വളരെ നല്ലതാണ്. നിങ്ങളൊരു അക്കൗണ്ടിങ് ചെയ്യാനൊരു ബുക്ക് എടുത്ത് വെച്ച് ഓരോ ദിവസത്തെ എക്സ്പെൻസ് ഒന്ന് മെൻഷൻ ചെയ്ത് ഒന്ന് റെക്കോർഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ മന്തിൽ നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആകുന്നുണ്ട്, എവിടെയെല്ലാം നെക്സ്റ്റ് മന്ത് നമുക്ക് എവിടെയെല്ലാം അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് പ്ലാനിങ് നമുക്ക് ഈസി ആവും. അപ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് കാനഡയിലെല്ലാമാണെങ്കിൽ അറൗണ്ട് $650 നമുക്ക് മന്ത്ലി കിട്ടുന്നുണ്ട് നമ്മുടെ GST എമൗണ്ടിൽ നിന്ന്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വളരെ നന്നായിട്ട് മാനേജ് ചെയ്യുവാണെങ്കിൽ, വളരെ പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്യുക, $650 ഇനഫാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രീ അറേഞ്ച് അക്കോമഡേഷനൊക്കെ എടുത്ത് പോകുന്ന സ്റ്റുഡൻസാണ്. ഞങ്ങളുടെ സ്റ്റുഡൻസൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. $600 എല്ലാവരും മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു 2-3 സ്റ്റുഡൻസ് ഒരുമിച്ചായിരിക്കും. ഫുഡെല്ലാം അവർ ഒരുമിച്ച് റൂമിൽ തന്നെ കുക്ക് ചെയ്യും. വീക്കെൻഡിൽ ഫുഡെല്ലാം കുക്ക് ചെയ്യും. അവർ ഓരോരുത്തർ ഡ്യൂട്ടി ഇട്ട് അങ്ങനെ ഷെയർ ചെയ്ത് ജോബെല്ലാം ഷെയർ ചെയ്ത് കുക്കിങ്ങൊക്കെ ചെയ്യും, ക്ലീനിങ് എല്ലാം ചെയ്യും. അപ്പോൾ നമുക്ക് കുറേ എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മണി മാനേജ്മെൻറ്റ് നിങ്ങൾ എക്സ്പേർട്ട് ആവേണ്ട ഒരു ഫീൽഡാണ്. നിങ്ങൾക്ക് മണി മാനേജ്മെൻറ്റ് എത്രമാത്രം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും മാത്രം നമുക്ക് അതിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റും.
പിന്നെ നമുക്ക് സേവിങ്സ് നിങ്ങളുടെ പാർട്ട് ടൈം ജോബൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ $650 നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾ സേവിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇയർ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ PR ആപ്ലിക്കേഷൻ എല്ലാം വരുമ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് പബ്ലിക് ബിഹേവിയർ എപ്പോഴും സ്റ്റുഡൻസ് അത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഏരിയയാണ്. പക്ഷേ സ്റ്റുഡൻസ് എപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടും. പബ്ലിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ ആക്ച്വലി നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കുറച്ചുകൂടെ വെൽ മാനേർഡായിട്ടാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി പുറത്ത് ഉള്ളത്. വെൽ മാനേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് ആളുകൾ പറയും നമ്മൾ ഭയങ്കര സ്റ്റെയർ ചെയ്യും, നമ്മൾ തുറിച്ച് നോക്കും, എല്ലാവരെയും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് നോക്കും. പക്ഷേ നിങ്ങൾ എബ്രോഡ് പോയി കഴിയുമ്പോൾ അങ്ങനെ ആരും നമ്മളെ ഡയറക്റ്റ്ലി നോക്കാറില്ല. നോക്കുന്നത് അവരുടെ പ്രൈവസി ഇൻവേഡ് ചെയ്യുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നോട്ടങ്ങൾ അവോയ്ഡ് ചെയ്യണം. ആരുടെയും പ്രൈവസിയിലേക്ക് അവരുടെ പെർമിഷൻ ഇൻവേഡ് ചെയ്യാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നമ്മുടെ പ്രൈവസിയും നമുക്ക് കീപ്പ് ചെയ്യാം. അങ്ങനെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ട്, മാനറിസംസ് ഉണ്ട്. അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ സോഷ്യൽ ലൈഫും നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ അത്ര ഉപയോഗിക്കാത്ത ടേംസാണ് സോറി, താങ്ക് യു എന്നൊക്കെയുള്ള ടേംസ്, കാര്യങ്ങളും അതിൻ്റെ യൂസസ് ഒന്നും. അപ്പോൾ എബ്രോഡ് പോയി നിങ്ങൾ ജീവിച്ചുമ്പോൾ അത് നിങ്ങൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സോഷ്യലി പെട്ടെന്ന് അക്സെപ്റ്റൻസ് കിട്ടും. നമ്മൾ ജെൻറ്റിലായിട്ടുള്ള അപ്രോച്ചാണ് എന്ന് മനസ്സിലാവും. പിന്നെ നമ്മുടെ വേറൊരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ എല്ലാ കാര്യവും അഗ്രസീവായിട്ടും ഡിഫെൻസീവായിട്ടും ചെയ്താലെയാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ. നമുക്ക് ഇവിടെ നാട്ടിൽ അറിയാവുന്ന കാര്യമാണ്. സോ എബ്രോഡ് പോയിട്ട് സ്റ്റുഡൻസ് ആ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യാൻ നോക്കുമ്പോൾ അത് അവിടെ അവരത്ര യൂസ്ഡ് അല്ല. അവിടെ കുറച്ചുകൂടെ പൊളൈറ്റായിട്ടും ജെൻറ്റിലായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ നമ്മൾ എവിടെ കൺട്രിയിലായിരിക്കുന്നു അവിടുത്തെ ഒരു സോഷ്യൽ നേച്ചറുമായിട്ട് പയ്യെ അഡാപ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സോഷ്യൽ അക്സെപ്റ്റൻസ് ഒക്കെ കൂടുന്നുള്ളൂ. പിന്നീട് ഉള്ള ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് ചില സിറ്റുവേഷനിൽ വരാറുണ്ട്. നിങ്ങളിവിടെ നിന്ന് IELTS എല്ലാം പാസ്സായിട്ടാണ് പോകുന്നത്. പക്ഷേ ചില സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് സംസാരിക്കുമ്പം അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും, അവർ അധികം സംസാരിക്കില്ല. അങ്ങനെ വരുമ്പം നമ്മളെല്ലാം എപ്പോഴും സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ സംസാരിക്കാതെ വരുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കുറയും. കോൺഫിഡൻസ് ലെവൽ കുറയുമ്പോൾ നമ്മൾ പയ്യെ ഓരോ കാര്യങ്ങൾ പുറകോട്ട് വലിഞ്ഞു പോകും. അങ്ങനെ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കണം. ആ സംസാരിക്കാനുള്ള നിങ്ങൾ പോകുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് വരുത്തണം. അങ്ങനെ നല്ലപോലെ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യും, കോൺഫിഡൻസോടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അവസരങ്ങൾ തുറന്നു കിട്ടും. നമ്മൾ പാർട്ട് ടൈം ജോബിനാണെങ്കിലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനാണെങ്കിലും ക്ലാസ്സിൽ സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യാനാണെങ്കിലും എല്ലാം ഈ ലാംഗ്വേജ് സഹായിക്കും. പിന്നെ ചില കൺട്രിയിൽ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ കാനഡയിലെല്ലാം ഫ്രഞ്ച് ഒരു സെക്കൻഡ് ലാംഗ്വേജാണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ട് പോയാൽ നമുക്ക് ഒരു ലാംഗ്വേജ് മാത്രം പഠിച്ചിട്ട് വരുന്ന സ്റ്റുഡൻസിനേക്കാളും വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ടാവും. കാരണം ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകളെ മാത്രം ഫ്രഞ്ച് സ്പീക്കിംഗ് അഡീഷണൽ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ മാത്രം പ്രിഫർ ചെയ്യുന്ന ജോബ്സ് ഉണ്ടാവാം. അല്ല സെക്കൻഡ് ലാംഗ്വേജും കൂടെ അറിയുമ്പോൾ നമുക്ക് എപ്പോഴും ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ഇവിടെ പോകുന്ന അഡ്മിഷനൊക്കെ എടുത്ത് വിസയൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഞ്ചിൻ്റെ A1 അത് ബേസിക് ലെവലെങ്കിലും പഠിച്ചിട്ട് പോവുക. എപ്പോഴും ലാംഗ്വേജസ് പഠിക്കുന്നത് നമുക്ക് എപ്പോഴും കോൺഫിഡൻസ് തരും, ആഡഡ് അഡ്വാൻറ്റേജ് തരും. അങ്ങനെ പഠിച്ചിട്ട് പോവുക. അത് ലാംഗ്വേജ് ബാരിയർ. പിന്നീട് വേറൊരു കാര്യം ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, നമ്മളെപ്പോഴും ചെന്ന് കഴിയുമ്പം നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സിനോട് മാത്രം മിങ്കിൾ ചെയ്യാതെ നാഷണൽസുമായിട്ട് മിങ്കിൾ ചെയ്യാൻ നോക്കണം. നാഷണൽസുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളുടെ പല കൺട്രിയിലെ സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടാകാം. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളും ഡെവലപ്പ് ചെയ്യാം. എക്സ്പോഷർ, പല കൺട്രിയിലെ കൾച്ചറൽ എക്സ്ചേഞ്ചസ് കിട്ടും നമുക്ക്. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ പല യൂസസും ഉണ്ടാകും. പിന്നെ അടുത്ത ചലഞ്ച് സ്റ്റുഡൻസ് ഫേസ് ചെയ്യാറുള്ളതാണ് ഫോർമൽ ഒക്കേഷൻസ്.
നമ്മൾ നാട്ടിലൊന്നും അത്ര ഫോമൽ ഒക്കേഷൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ സ്റ്റുഡൻസിന് യുനോ എബ്രോഡെല്ലാം പോയിട്ട് കുറേ ഫോർമൽ ഒക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓറിയൻറ്റേഷൻ ടൈമിൽ ഫോർമൽ ഡിന്നേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡീൻ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഓഫ് ദ കോളേജ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ആ ഡിന്നേഴ്സിനൊക്കെ പോകേണ്ടി വരും. പിന്നെ ഫോമൽ മീറ്റിങ്സിന് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയെല്ലാം പോകുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അവർക്ക് ഫോമൽ ഒക്കേഷൻ ഇങ്ങനത്തെ എല്ലാ ഒക്കേഷനിൽ ബിഹേവ് ചെയ്യാൻ ബുദ്ധിമുട്ട് അറിയില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് ഇപ്പോൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഗ്ലോബൽ സിറ്റുവേഷൻസിലേക്ക് ഇങ്ങനെ ഫോമൽ ഒക്കേഷൻസിലേക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഫോമലി എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, നിങ്ങളുടെ ടേബിൾ മാനേഴ്സ് എല്ലാം എന്തെല്ലാം എന്നെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നിങ്ങൾ ആ ട്രെയിനിങ് എല്ലാം അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അപ്പം നമുക്ക് അങ്ങനെയെല്ലാം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമുക്ക് നോ പറയാതെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ചില സമയങ്ങളിലെല്ലാം ജോബ് ഇൻ്റർവ്യൂസിന് പോകുമ്പോഴും ഫോമൽ ഒക്കേഷനാണത്. ജോബ് ഇൻ്റർവ്യൂസിനെല്ലാം പോകുമ്പോൾ ഫോമൽ ഡ്രസ്സ് ചെയ്യണം. ടൈ ബോയ്സ് ആണെങ്കിൽ ടൈ അങ്ങനെ നോട്ട് ചെയ്യണം. എന്തെങ്ങനെയാണ് ഫോമലി ഡ്രസ്സ് ചെയ്യേണ്ടത്. ക്യാഷ്വൽ ഡ്രസ്സസ് ഇട്ടുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂസിനൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോമൽ ഒക്കേഷൻസിന് വേണ്ടി ഡ്രസ്സിങ് എങ്ങനെയാണ്, ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, ടേബിൾ മാനേഴ്സ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് സ്റ്റുഡൻ്റായിട്ട് പോകുന്നതിന് മുമ്പ് വളരെ നല്ലതാണ്. പിന്നെ ഒരു ചലഞ്ച് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത് ഹൗസിംഗ് ആണ്. ഹൗസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയാം അക്കോമഡേഷൻ. അപ്പോൾ അക്കോമഡേഷന് പല ഓപ്ഷൻസ് ഉണ്ട് കോളേജസിലെല്ലാം. ഇൻ ഹൗസ് അക്കോമഡേഷൻ ഉണ്ട്, അതായത് കോളേജിനകത്ത് തന്നെ ഉള്ള കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലായിരിക്കും. അത് ഏറ്റവും കൺവീനിയൻ്റ് ആയിരിക്കും. കോളേജിൻ്റെ അതേ ക്യാമ്പസ് ലൊക്കേഷനകത്തായിരിക്കും. പക്ഷേ ബാക്കി അക്കോമഡേഷനേക്കാളും സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഫെസിലിറ്റീസ് ഫ്രീഡം ഒക്കെ ഇത്തിരി കുറവായിരിക്കും. കാരണം അതിന് കുക്കിംഗ് സ്പേസ് മിക്കവാറും ഉണ്ടാവാറില്ല. പിന്നെ പല കോളേജസും കുക്കിംഗ് സ്പേസ് ഒരു ഫ്ലോറിൽ കോമൺ കിച്ചൺ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ആ ബിൽഡിങ്ങിൽ ഉള്ള സ്റ്റുഡൻസിനെല്ലാം കോമൺ കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇൻഡിവിജ്വൽ കുക്കിംഗ് സ്പേസ് ഉണ്ടാവില്ല സാധാരണ. പിന്നെ ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് സാധാരണ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ അവർക്ക് അടുത്ത ഓപ്ഷൻ ഓഫ് ക്യാമ്പസ് അക്കോമഡേഷൻ അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് അക്കോമഡേഷനൊക്കെയാണ്. പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ കൂടെ 1 റൂം ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫാമിലിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം നമ്മളെല്ലാം ചെയ്യാൻ. ഈ ടൈമിൽ വരണം, ഈ ടൈമിൽ ഗേറ്റ് ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ടൈമിൽ ലൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻ ഓരോ ഫാമിലിക്കും ഉണ്ടാവും. അത് ചെക്ക് ചെയ്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ. അല്ലാതെ ഓഫ് ക്യാമ്പസിൽ ക്യാമ്പസിൻ്റെ അടുത്ത് വീടുകൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള വീടുകൾ സ്റ്റുഡൻസ് ഗ്രൂപ്പായിട്ട് എടുത്ത് അവരത് ഷെയർ ചെയ്ത് താമസിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അതിനകത്ത് ഫുൾ ഫ്ലെഡ്ജ് കിച്ചൺ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യാനും നമ്മുടെ ഫ്രീഡം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഓഫ് ക്യാമ്പസ് എടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം, കോളേജിന് അടുത്ത് തന്നെ എടുക്കണം, ഒത്തിരി ദൂരെ എടുക്കരുത്. പിന്നെ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഓഫ് ക്യാമ്പസ് എടുക്കാവൂ. 1-2 സ്റ്റുഡൻസ് മാത്രം ഓഫ് ക്യാമ്പസ്. സാധാരണ എബ്രോഡ് നമ്മൾ ഓഫ് ക്യാമ്പസ് ഹൗസിംഗ് ഒക്കെ വലിയ ഹൗസ് ആയിരിക്കും, 6 bedrooms 7 bedrooms ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് വളരെ എക്സ്പെൻസീവായിട്ട് പോകും തനിയെ എടുത്താൽ. പിന്നെ അതിനകത്ത് ഇലക്ട്രിസിറ്റി വാട്ടർ എല്ലാം നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, കംഫർട്ടബിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ക്യാമ്പസ് അക്കോമഡേഷൻ എടുക്കാം. അപ്പോൾ കുക്കിംഗ് എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ ജീവിക്കുമ്പോൾ. നമ്മൾ സ്റ്റുഡൻസ് സാധാരണ ഒരു സ്റ്റുഡൻറ്റ് $3,500-4,000 എല്ലാം കാനഡയിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് ഇയർലി. ഓഫ് ക്യാമ്പസ് ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് താമസിക്കുന്നിടത്ത് 2,000 വരെ സ്പെൻഡ് ചെയ്ത് അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ജീവിക്കുന്ന സ്റ്റുഡൻസ് വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ അങ്ങനെ കെയർഫുള്ളായിട്ട് എടുക്കണം. അക്കോമഡേഷൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ കോളേജിന് ഏറ്റവും അടുത്ത് തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ദൂരെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. റീസെൻ്റ്ലി ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് ലൈക്ക് കോളേജ് ഇത്തിരി അകലെയായിരുന്നു, പറ്റിയ അക്കോമഡേഷൻ കിട്ടിയത് ഇത്തിരി അകലെ. അപ്പോൾ ആ അക്കോമഡേഷനിൽ പെട്ടെന്ന് അവർക്ക് അക്കോമഡേഷനെല്ലാം ഭയങ്കര ഇഷ്ടമായി, ഫ്രണ്ട്സൊക്കെ ഉണ്ടായി. അപ്പോൾ കോളേജിൽ പോയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നാച്ചുറലി നമ്മൾ കോളേജിനടുത്ത് അക്കോമഡേഷനിലേക്ക് മാറാൻ ട്രൈ ചെയ്യും. പക്ഷേ അവിടെ അത്രയും നല്ല അക്കോമഡേഷൻ ഒന്നും അവൈലബിൾ ആയില്ല. അപ്പോൾ അവർക്ക് വിൻ്റർ സെമസ്റ്ററിൽ ബസ്സിൽ കയറി 2 ബസ്സിൽ കയറി പോകാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നു. അൾട്ടിമേറ്റ്ലി അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും കോളേജ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പ്രസൻറ്റ് അക്കോമഡേഷൻ അടുത്തുള്ള വേറൊരു നല്ല കോളേജിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് അക്കോമഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ. ഇനീഷ്യലി ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് അക്കോമഡേഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്.
നമ്മൾ അക്കോമഡേഷൻ എഗ്രിമെൻ്റ് എല്ലാം വെക്കുമ്പോഴും ശ്രദ്ധിക്കണം. അതിനകത്ത് ഇലക്ട്രിസിറ്റി വാട്ടർ കവർ ചെയ്തിട്ടുണ്ടോ, മിനിമം കോൺട്രാക്ട് പീരീഡ് ഉണ്ടോ, എത്ര നാളത്തെ നോട്ടീസ് പീരീഡ് നിങ്ങൾ കൊടുക്കണം എന്നെല്ലാം ടേംസ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ക്യാഷും ടൈമും വേസ്റ്റായി പോകും. പിന്നെ വേറൊരു ചലഞ്ചാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് സാധാരണ ഫേസ് ചെയ്യാറുള്ള കറൻസി ഫെമിലറൈസേഷൻ വിത്ത് ലോക്കൽ കറൻസീസ്. ലോക്കൽ കറൻസീസ് പറയുമ്പോൾ അവിടെ ലൈക്ക് ഡോളറെല്ലാണെങ്കിൽ $5, $10 അങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാവും, ചെറിയ സെൻസ് ഉണ്ടാവും, ചില്ലറ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫെമിലറൈസ് ചെയ്തില്ലെങ്കിൽ, ഞാൻ പലപ്പോഴും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, അവർ പോയിട്ട് $5 കൊടുക്കുന്നിടത്ത് അപ്പോൾ അവരുടെ കയ്യിലുള്ള എല്ലാ നോട്ട്സും കൂടെ വെളിയിലേക്ക് എടുക്കും. അപ്പോൾ അറിയാതെ $100 ആയിരിക്കും എടുത്ത് കൊടുക്കുന്നത്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് ഏതാണ്, $5 ഏതാണ്, $10 ഏതാണ്, $100 ഏതാണ്, $20 പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസിന് ക്യാഷ് പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കൺട്രി ചെന്നാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ കറൻസി സിസ്റ്റം മനസ്സിലാക്കുക. അവിടുത്തെ കറൻസി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നോട്ട്സ്, എന്തൊക്കെയാണ് ചേഞ്ചസ്, എങ്ങനെയൊക്കെയാണ് സാധാരണ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്ന് വളരെ കെയർഫുള്ളി മനസ്സിലാക്കണം. എങ്കിലേ നിങ്ങൾക്ക് ക്യാഷ് പോകാതിരിക്കുള്ളൂ. അപ്പോൾ കറൻസി മനസ്സിലാക്കുന്നതും ഒരു ചലഞ്ചായിട്ട് തന്നെ എടുത്ത് നിങ്ങളത് പോകുന്നതിന് മുമ്പ് ആ കൺട്രിയിലെ കറൻസി എല്ലാം മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ വേറൊരു ചലഞ്ചാണ് സ്റ്റഡി ചലഞ്ചായിട്ട് ചില കുട്ടികൾക്കെങ്കിലും അനുഭവപ്പെടാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ലേണിംഗ് മെത്തേഡല്ല എബ്രോഡുള്ളത്. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ നമ്മൾ തിയറി ഫോക്കസ്ഡ് ആയിട്ട് തിയറി പഠിച്ച് പോകുന്ന ഒരു ലേണിംഗ് മെത്തേഡാണ് ക്ലാസ്. പിന്നെ വേറൊരു കാര്യം, ക്ലാസ് 10 o'clock തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സെല്ലാം നമ്മളൊരു ക്ലാസ്സിലുണ്ടാവും. ടീച്ചർ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്ന് പഠിപ്പിക്കും, അത് കഴിയുമ്പോൾ അടുത്ത ടീച്ചർ ഒന്ന് പഠിപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. പക്ഷേ എബ്രോഡെല്ലാം പോയിട്ട് ക്രെഡിറ്റ് സിസ്റ്റമാണ്. ക്രെഡിറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾ എടുക്കുന്ന മേജറിൽ പല പല സബ്ജക്ട്സ് ഉണ്ടാവും. ആ സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് പല ക്ലാസ് റൂംസിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ സബ്ജക്ട് എ എടുത്തിട്ടുള്ളവരെല്ലാം ആ ടൈമിൽ ആ ക്ലാസ് റൂമിൽ അസംബിൾ ചെയ്യും. സബ്ജക്ട് ബി എടുത്തിട്ടുള്ളവരെ വേറെ ക്ലാസ്സിലേക്ക്. അങ്ങനെ നമ്മൾ ക്ലാസ്സസ് മാറി മാറി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു സബ്ജക്റ്റിനുണ്ടായിരുന്ന സ്റ്റുഡൻസ് ആയിരിക്കില്ല അടുത്ത സബ്ജക്ട്സിനുണ്ടാകുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും എടുക്കുന്ന സബ്ജക്ട്സ് അനുസരിച്ച് മാറും. പിന്നെ നമ്മുടെ നാട്ടിലേക്കാളും ഡിഫറെൻ്റായിട്ട് ഒത്തിരി അസൈൻമെൻറ്റ്സും ഒത്തിരി പ്രൊജക്ട്സ് വർക്കും ടീം വർക്കൊക്കെ ഉണ്ടാവും അവരുടെ ക്ലാസ്സിൽ. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നമ്മളെല്ലാം തിയറി ലൈക്ക് പോർഷൻ പഠിച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. അസൈൻമെൻറ്റ്സ് ഒക്കെ ആയിട്ട് പരിചയമാവണം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി തോന്നുവാണെങ്കിൽ നമ്മുടെ പ്രൊഫസേഴ്സിനോട് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. അവർ എക്സ്ട്രാ ക്ലാസ്സസ് എടുത്തു തരും. അതിനുള്ള നമ്മുടെ നാട്ടിലുള്ള പോലെ പ്രത്യേകിച്ച് ട്യൂഷൻ ഫീസൊന്നുമില്ല. എക്സ്ട്രാ ക്ലാസ്സസ് എടുത്ത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട്സ് എല്ലാം അവർ തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ സ്റ്റഡി ആദ്യമല്ല ഒരു ചലഞ്ചായിട്ട് തോന്നുവാണെങ്കിലും നമ്മൾ ആ ഇൻട്രാക്റ്റീവ് വേ ഓഫ് ലേണിങ്ങിലേക്ക് വരുമ്പം ആ ചലഞ്ചസ് മാറിക്കിട്ടും. ഇതെല്ലാമാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നോർമലി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്, ആർ യു റെഡി മെൻ്റലി, ആർ യു റെഡി ഫിസിക്കലി, ആർ യു റെഡി ഫിനാൻഷ്യലി. അപ്പോൾ ഈ ചലഞ്ചസ് എല്ലാം ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മെൻ്റൽ സ്ട്രെങ്ത് വേണം. നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഫിസിക്കലി റെഡി ആയിട്ടിരിക്കണം. ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് കുറഞ്ഞ് വീക്കായിട്ടുള്ള സ്റ്റുഡൻസിന് പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനൊന്നും ബുദ്ധിമുട്ട് തോന്നും. അവർ മെൻ്റലി ഡൗൺ ആയി പോവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അലോൺനെസ് ഫീൽ ചെയ്യാം, ഡിപ്രഷൻ ഫീൽ ചെയ്യാം, അപ്പം ഒരു മടുത്തു പോവാം. ചിലർ അയ്യോ വേണ്ടായിരുന്നു എന്ന് തന്നെ തോന്നാം. അതെല്ലാം നമ്മൾ കാര്യങ്ങൾ അറിയുകയും അതിനുവേണ്ടി റെഡി ആവാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോബ്ലമാണ്. ഈ ചലഞ്ചസ് എല്ലാം ഞങ്ങൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എബ്രോഡ് പോയി പഠിക്കുക എല്ലാം ഭയങ്കര സ്മൂത്താണ്. പക്ഷേ ഇനീഷ്യൽ ഫേസിൽ നിങ്ങളിതെല്ലാം ഓവർകം ചെയ്യണം. ഇതെല്ലാം ഓവർകം ചെയ്ത് നിങ്ങളൊരു സ്റ്റുഡൻറ്റ് ലൈഫ് ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് സ്മൂത്തായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യും സത്യം പറയാം. പിന്നെ ഈ ചലഞ്ചസ് എല്ലാം നമ്മുടെ ലൈഫിൽ തന്നെ വളരെ വലിയൊരു ലെസൺസാണ്. നമ്മളെല്ലാം പഠിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം റെഡി ആയിട്ടാണെങ്കിൽ മാത്രമേ ഓവർസീസ് എഡ്യൂക്കേഷൻ നിങ്ങൾ ഡിസൈഡ് ചെയ്യാവുള്ളൂ. ഞാനൊരു ജസ്റ്റ് ഒരു ക്വിക്ക് ബ്രേക്ക് എടുക്കുകയാണ്, ഒരു 5 minutes. അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.